എപ്പിക് നിഞ്ച ട്രയൽസ് നറൂട്ടോ ചാപ്റ്റർ 2 ഇന്റർഫേസ് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് ഒരുപാട് ഫ്രീ വൗച്ചേഴ്സ് കിട്ടുന്നുണ്ട്. ഒറോച്ചിമാരുടെ ബണ്ടിൽ കിട്ടും, അതുപോലെ ഫ്രീ ഗണ്ണിന്റെ സ്കിന്ന് കിട്ടുന്നുണ്ട്. ഗെയിമിൽ അമേറ്ററാസോയുടെ എബിലിറ്റി ഈ ഒരു ഡേറ്റോണേറ്റിംഗ് ക്ലേ ഇല്ല കേസ്, നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും കേസ്. അവിടെ ചെന്നിട്ടാണെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും. തുടങ്ങി ഒരുപാട് അപ്ഡേറ്റ് വരുന്നുണ്ട് കേസ് നറൂട്ടോ ചാപ്റ്റർ 2 കുറിച്ചിട്ട്. ഇത് 50 അപ്ഡേറ്റ് ഇല്ല കേസ്. അതിൽ നമുക്ക് നമ്മുടെ സാൻഡി ഡയറക്ടർ അല്ലേ, അപ്പൊ അതിന്റെ എബിലിറ്റിയുമായി ചെറുതായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഓറാ ഫാമിംഗ് കിഡ്സിന്റെ റിമോട്ട് വരുന്നുണ്ട്. അതുപോലെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവരും അത് ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് ഫ്രണ്ട്സ്. അതുകൊണ്ടാണ് പറയുന്നത് വീഡിയോ എല്ലാവരും സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഒരു കാര്യം പറയാനുണ്ട് ഫ്രണ്ട്സ്, അതായത് നമ്മുടെ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് ആളുകൾ മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യുന്നുള്ളൂ. ഒരു സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് ഫ്രണ്ട്സ്, നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അപ്പോൾ നമുക്കാണെങ്കിൽ വലിയൊരു മോട്ടിവേഷൻ ആയിരിക്കും വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. വേറെ എന്തോ ആയിക്കോട്ടെ, ഒന്നും വെറുതെ ചിന്തിക്കാതെ എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, പിന്നെ ബെല്ലൈക്കൺ അമർത്തുക. അപ്പൊ നമുക്ക് ഇതുപോലെ ഗെയിമിലേക്ക് അപ്കമിംഗ് വരാൻ പോകുന്ന ഈവന്റ് ഫ്രീ റിവാർഡ്സ് എല്ലാം നിങ്ങൾക്ക് മുൻകൂട്ടി നേരത്തെ അറിയാൻ സാധിക്കും. 50 അപ്ഡേറ്റ് കഴിയുമ്പോൾ സാൻഡിന്റെ കറക്റ്ററിന്റെ എബിലിറ്റി കുറച്ചൊന്നും ഇവിടെ പറഞ്ഞില്ല ബ്രോ. അതെങ്ങനെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മുടെ സാൻഡിനോ. ഇതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പോയി കുറച്ച് ലൂട്ടൊക്കെ അടിച്ചു. ഞാൻ തിരിച്ച് ടെലിപ്പോർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ പറയുന്നത് നോട്ട് അലൗഡ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. നോ ടെലിപ്പോർട്ടേഷൻ അലൗഡ് ദ സാൻഡ് ഡയറക്ടർ ഇല്ല കേസ്. അത് നമുക്ക് 10 മീറ്റർ ഹയർ ആണെങ്കിൽ എബിലിറ്റി യൂസ് ചെയ്യാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ 10 മീറ്റർ മുകളിലോ താഴെ എവിടെയാണെങ്കിലും നമുക്ക് ഹൈറ്റ് ആണെങ്കിൽ അപ്പൊ നമുക്ക് സാൻഡിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കേസ്. അതാണ് OB 50 അപ്ഡേറ്റിൽ നമുക്ക് മാറാൻ പോകുന്ന സാൻഡിന്റെ കറക്റ്റ് എബിലിറ്റി. സാൻഡിന്റെ കറക്റ്റിന്റെ പുതിയ അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കേസ് എല്ലാവരും താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. അടുത്ത അപ്ഡേറ്റ് നമ്മൾ സോളോ മാച്ച് കളിക്കുമ്പോൾ ഓട്ടോ റിവൈവ് ഇല്ല കേസ്. അതിന്റെ ടൈമിംഗ് ഇപ്പോൾ ഗെയിമിന് കൂട്ടാൻ പോവുകയാണ്. നമ്മളിപ്പോ സോളോ മോഡ് കളിക്കുമ്പോൾ നമുക്ക് ഓട്ടോ റിവൈവ് ഇല്ല കേസ്. അത് നമുക്ക് 1 മിനിറ്റ് 30 സെക്കൻഡ് നമുക്ക് ഇവിടെ കാണാൻ ടൈം പോകുന്നുണ്ട്. ഇതിന്റെ ടൈമർ കൂട്ടുന്നുണ്ട് കേസ്. ഇത് 420 സെക്കൻഡിലേക്ക് കൂട്ടുകയാണ്. ഇത് സോളാറ മാപ്പിലാണ് കേസ്. ഇപ്പൊ സോളാറ മാപ്പല്ല, ബർമഡ മാപ്പിലേക്ക് ആണെങ്കിൽ അത് 390 സെക്കൻഡിലേക്ക് മാറുന്നതായിരിക്കും. പിന്നെ ഒരുപാട് പ്ലേയേഴ്സിന് സോളോ മോഡ് കളിക്കാൻ ശ്രമിക്കുന്ന തോന്നുന്ന കേസ്. ഒരുപാട് ടൈം ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അടുത്ത അപ്ഡേറ്റ് ആണ്. അപ്പൊ നമ്മൾ റിവൈവ് സാക്കിൾ യൂസ് ചെയ്യുമ്പോൾ അതിന് കൂൾ ഡൗൺ ടൈം ഉണ്ടാവുമല്ലോ കേസ്. അപ്പൊ നമ്മൾ അതിന്റെ ടൈമും കുറച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഉള്ളതെന്ന് വെച്ചാൽ കൂൾ ഡൗൺ റെഡ്യൂസ് 300 സെക്കൻഡ് ആണ് കേസ്. അത് 150 സെക്കൻഡ് നേരത്തേക്ക് കുറച്ചിട്ടുണ്ട് ഗെറീന. അപ്പൊ റിവൈവൽ പോയിന്റ് എൻഡ് ആവുന്ന ടൈം മാറുന്നുണ്ട് കേസ്. തേർഡ് സോൺ ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡ് സോണിലായിരിക്കും റിവൈവൽ പോയിന്റ് എൻഡ് ആവുന്നത്. അടുത്ത അപ്ഡേറ്റ് ആണ് റിവൈവൽ പോയിന്റിന്റെ സ്പീഡും കൂട്ടുന്നുണ്ട് കേസ്. അപ്പൊ നമുക്ക് 2 പ്ലേയേഴ്സ് ആയിട്ട് നമ്മൾ റിവൈവൽ പോയിന്റ് യൂസ് ആവുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ 2 പേര് റിവൈവ് ചെയ്യാൻ നോക്കിയാൽ 20 സെക്കൻഡ് വേണം കേസ് ഇത് നമുക്ക് റിവൈവ് ആവാൻ. അപ്പൊ ഇനി അടുത്ത അപ്ഡേറ്റ് കഴിയുമ്പോൾ നമുക്ക് 12 സെക്കൻഡിലേക്ക് കുറയുന്നതായിരിക്കും. ദെൻ 3 പ്ലേയേഴ്സ് എന്നിട്ടാണ് റിവൈവ് ചെയ്യുന്നതെങ്കിൽ ഇപ്പൊ നമുക്ക് 16 സെക്കൻഡ് വേണം കേസ്. അപ്പൊ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് വെറും 8 സെക്കൻഡ് കൊണ്ട് പ്ലേയേഴ്സ് റിവൈവ് ആവുന്നതായിരിക്കും. അപ്പൊ റിവൈവിംഗ് ടൈം വളരെ കുറച്ചിരിക്കുകയാണ് കേസ്. അപ്പൊ പെട്ടെന്ന് റിവൈവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് എയർ ഡ്രോപ്പിന്റെ കാര്യത്തിലും. അപ്പൊ പ്ലേയേഴ്സിന് എണ്ണ അനുസരിച്ച് ഇതിനും സ്പീഡ് കൂടുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമുക്ക് നറൂട്ടോ ചാപ്റ്റർ 1 നമുക്ക് ഇതുപോലെ ഒരു എബിലിറ്റി വന്നിരുന്നല്ലോ കേസ്. അപ്പൊ നമ്മുടെ റിവൈവൽ പോയിന്റിൽ അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് നറൂട്ടോ ചാപ്റ്റർ വരുമ്പോഴും നമുക്ക് വരുന്നതായിരിക്കും കേസ്. അപ്പൊ ഇത് ആരുടെ എബിലിറ്റി ആണെന്നെല്ലാം താഴെ കമന്റ് ബോക്സ് അറിയിക്കുക. ഈ ഒരു പയ്യന്റെ ഡാൻസ് ഇല്ല കേസ്, വളരെ വൈറലായിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പൊ ഗെറീനെ ആണെങ്കിൽ ഇതിന്റെ റീൽസും ഇട്ടിരുന്നു. റീല് മാത്രമല്ല കേസ്, അപ്പൊ ഇതിന്റെ ഇമോട്ടും വരുന്നുണ്ട്. ഇപ്പൊ ഗെറീനെ ആണെങ്കിൽ ഇതിന്റെ ഇമോട്ട് ഇപ്പൊ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിമോട്ടിന്റെ നമുക്ക് ഐക്കൺ ലഭിച്ചിട്ടുണ്ട് കേസ്. അപ്പൊ ഇതാണ് ഐക്കൺ. അത് മാത്രമല്ല ഇതിപ്പോ ഗെറീനെ ആണെങ്കിൽ വല്ല റണ്ണിങ് ഇമോട്ട് ആക്കി കൊണ്ടുവരാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രീ കിട്ടില്ല. പക്ഷെ നമുക്കിനി നോർമൽ ഇമോട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും ഫ്രീ കിട്ടുന്നതായിരിക്കും കേസ്. അതായത് മുട്ടും സഹോറില്ല കേസ്, അത് വൈറലായ നല്ല കണ്ടുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അത് നമുക്ക് ഫ്രീ കിട്ടിയിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് ഇമോട്ട് വരികയാണെങ്കിൽ ഫ്രീ കിട്ടിയേക്കാം. നമുക്ക് വരട്ടെ കേസ്. ഫ്രീ കിട്ടുകയാണെങ്കിൽ പൊളിക്കും. then നമുക്ക് ഓഗ് M40യുടെ ഒരു റിംഗ് ഇവന്റ് ഉണ്ട് കേസ്. അത് നമുക്ക് എല്ലാവർക്കും ജൂലൈ 27 ആരംഭിക്കും. പിന്നെ നറൂട്ടോ ചാപ്റ്റർ 2 ഇല്ല കേസ്. അത് നമുക്ക് ലഭിക്കാൻ പോകുന്ന എല്ലാ ഫ്രീ റിവാർഡ്സും അതുപോലെ എല്ലാ അപ്ഡേറ്റിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം ഇറ്റാച്ചിയുടെ ഒരു സുസാൻ ഉണ്ട് കേസ്. അതിന്റെ ഒരു സ്കൈവിങ്ങിന്റെ സ്കിൻ ഉണ്ട് കേസ്. അത് വരുന്നുണ്ട്. ആകാശത്തിലൂടെ ഇങ്ങനെ പറന്നിട്ട് താഴേക്ക് വരാൻ നേരത്തെ ഇതുപോലെ ഇതിന്റെ അനിമേഷനൊക്കെ മാറുന്നുണ്ട് കേസ് ഈ സ്കൈവിങ്ങിന്റെ. എന്തായാലും വളരെ പൊളിയായിട്ടുണ്ട് ഇത് കാണാനൊക്കെ ആയിട്ട്. നമുക്ക് 6 കാർഡ്സുകളുടെ എബിലിറ്റി വരുന്നുണ്ട് കേസ്. അപ്പൊ ഇതിൽ ആദ്യത്തെ എബിലിറ്റി എന്ന് വെച്ചാൽ ഡിറ്റോണേറ്റിംഗ് ക്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എബിലിറ്റി ആണ്. എബിലിറ്റി അല്ലെങ്കിൽ ക്ലേ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഐക്കൺ വരും കേസ്. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പറക്കുന്ന പക്ഷി പറന്നിട്ടാണെങ്കിൽ എനിമിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പൊട്ടിത്തെറിക്കും കേസ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട ടൈമിലൊക്കെ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കും കേസ്. അപ്പൊ പൊട്ടിത്തെറിച്ചിട്ട് എനിമിക്ക് ഡാമേജ് കൊടുക്കാൻ പറ്റും. അപ്പൊ എന്ത് എബിലിറ്റി ആണല്ലോ കേസ്, മാസമാണ്. അപ്പൊ ഇതൊക്കെ വന്ന് കളിക്കുകയാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല. നെക്സ്റ്റ് ആണ് അമിത്തറാസിന്റെ എബിലിറ്റി. അപ്പൊ നമുക്ക് ഇത് നോക്കണം കേസ്. നമുക്ക് എവിടെയാണ് ഇത് ഇടേണ്ടത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ഇവിടെ നിന്ന് തൊട്ട് കൊടുത്താൽ ഇതിന്റെ ഒരു കണ്ണ് പ്രത്യക്ഷപ്പെടും കേസ്. അപ്പൊ അവിടെ ഒരു എബിലിറ്റി വർക്ക് ആവും. എബിലിറ്റിന്റെ ഉള്ളിൽ ഗ്ലൂ വാളോ അല്ലെങ്കിൽ എനിമിക്ക് ഉണ്ടെങ്കിൽ ഗ്ലൂ വാള് പൊട്ടും കേസ്. അതുപോലെ തന്നെ എനിമിക്ക് ചാവും ആണല്ലോ മാസമാണ്. പിന്നെ
പിന്നെ അടുത്തതാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും കീപ് സേക്ക്, പിന്നെ എന്താ ഹോഷിഗാക്കിയുടെ ഒരു എബിലിറ്റി ആണ് ഗൈസ്. എന്തോ വാട്ടർ സ്റ്റൈൽ ഷാർക്ക് ബോംബാണ്. അപ്പൊ നമ്മൾ ഇത് ഇടുകയാണെങ്കിൽ ഇതുപോലെ വെള്ളം തെറിക്കും ഗൈസ് എനിമിയുടെ ദേഹത്തോട്ട്. ഷാർക്ക് ബോംബാണ് ഗൈസ്. ഈ ഷാർക്ക് ബോംബിന് ഇട്ടിട്ട് എനിമിക്ക് ഡാമേജ് കൊടുത്തോണ്ടിരിക്കും ഈ ഗ്രാനേഡ് പൊട്ടിയിട്ട്. നെക്സ്റ്റ് ആണ് മാരകമായിട്ടുള്ള പെയിന്റ് എബിലിറ്റി ആണ് യൂണിവേഴ്സൽ പുൾ. എബിലിറ്റി ആക്റ്റീവ് ചെയ്യുകയാണെങ്കിൽ അടുത്തുള്ള എനിമിക്കില്ലേ ഗൈസ് എന്തോ വലിച്ചെടുക്കും, എന്നിട്ട് അടുത്തേക്ക് വരും ഗൈസ് എനിമിയൊക്കെ. പെയിൻ ഒരു ഓറ ക്രിയേറ്റ് ചെയ്യും ഗൈസ്. എന്നിട്ട് 1, 2, 3 എനിമിക്ക് ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തേക്ക് വലിച്ചെടുക്കും ഈ ഒരു പെയിന്റ് എബിലിറ്റി ഉപയോഗിച്ചിട്ട്. അടുത്താണ് കൊനായുടെ എബിലിറ്റി ഷിഗാഗാമി ഡാൻസ്. ഇതെങ്ങനെയാന്ന് ചോദിച്ചാൽ അടുത്തുള്ള എനിമി നിൽക്കുന്നുണ്ടെങ്കിൽ എനിമിയുടെ ദേഹത്തോട്ട് പേപ്പർ ഇടും ഗൈസ്. എന്നിട്ട് പേപ്പർ ഇട്ട് കത്തിക്കും, എന്നിട്ട് എനിമിയെ കൊല്ലും. ഇതാണ് ഹിഡാന്റെ ഒരു ജുട്സ് ഉണ്ട് ഗൈസ്. അതിന്റെ എബിലിറ്റി ആണ്. ഒരു സർക്കിൾ വരും ഗൈസ്. ആ സർക്കിളിന്റെ അകത്ത് എനിമി ഉണ്ടെങ്കിൽ എനിമിയെ കൊല്ലാം. അതുപോലെ തന്നെ നമുക്ക് റിവൈവും ചെയ്യാൻ പറ്റും. ഈ സർക്കിളിനുള്ളിൽ എനിമി ഉണ്ടെങ്കിൽ ഹൈ ഡാമേജ് കൊടുക്കാം ഗൈസ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളാണെങ്കിൽ നോക്കാവുന്നെങ്കിൽ അപ്പൊ നമുക്ക് റിവൈവും ചെയ്യാൻ പറ്റും ഓട്ടോമാറ്റിക് ആയിട്ട്. ഇതിന്റെ ഉള്ളിൽ റെഡ് മൂൺ വരും. CS-ലും ഒരുപാട് അപ്ഡേറ്റ് വരും ഗൈസ്. അതുപോലെ നമ്മുടെ ലോൺ വോൾഫിലും ഒരുപാട് നറുട്ടോടെ അപ്ഡേറ്റ് വരും. ഇനി എന്തൊക്കെ ഫ്രീ റിവാർഡ് കിട്ടുമെന്ന് നോക്കാം. ഓറോച്ചിമാരുടെ ബണ്ടിൽ എങ്ങനെയാണ് കാണാൻ പറ്റുക എന്ന് ചോദിച്ചു ഇങ്ങനെയാണ് ഫ്രണ്ട്സ്. ഇതാണ് ഓറോച്ചിമാരുടെ ബണ്ടിൽ. ഇത് നമുക്ക് എല്ലാവരും ഫ്രീ കിട്ടുന്നതായിരിക്കും. നമുക്ക് 40 ഫ്രീ വൗച്ചർ കിട്ടും ഗൈസ്. ആദ്യത്തെ 10 വൗച്ചറാണ് ഇറ്റാച്ചിയുടെ വൗച്ചർ. അടുത്തതാണ് മദാറ ഉച്ചയുടെ വൗച്ചർ കിട്ടും. ഈ വൗച്ചറാണ് പെയിന്റ് ബണ്ടിലിന് വേണ്ടി. ഇതുപോലെ ഈ 10 വൗച്ചർ ഫ്രീ കിട്ടും ഗൈസ്. നമുക്ക് ഒബിറ്റോയുടെ ബണ്ടിൽ എടുക്കാനായിട്ട്. ഇതിന്റെ കൂടെ അക്കാഡ്സുകയുടെ ബാൻഡ് കിട്ടും ഫ്രീ ആയിട്ട്. പിന്നെ നമുക്ക് പാരഷൂട്ട് കിട്ടുന്നുണ്ട് അക്കാഡ്സുകയുടെ. പിന്നെ നമുക്ക് ടീഷർട്ട് ജേഴ്സി കിട്ടുന്നുണ്ട്. അക്കാഡ്സുകയുടെ AK-47 സ്കിന്ന്, ഒരു സാറിന്റെ സ്കിന്നുള്ള ഒരു പരാഗിന്റെ സ്കിൻ ഉണ്ട് ഗൈസ്. ഇത് നമുക്ക് ഫ്രീ കിട്ടും. അതുപോലെ കുനായില്ല ഗൈസ്, അത് നമുക്ക് ഫ്രീ കിട്ടുന്നുണ്ട്. ദെൻ അതുപോലെ തന്നെ ഗാറയുടെ എന്തോ ബാക്ക് പാക്ക് ഉണ്ട്, ഇതും കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതല്ല ഗൈസ്, ഏറ്റവും പ്രധാനപ്പെട്ടത് എപ്പിക് നിഞ്ച ട്രയൽസ് ഇല്ല, അതിന്റെ ഇന്റർഫേസ് നമുക്ക് വന്ന് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആ ഇന്റർഫേസ്. നമുക്ക് ഇതുപോലെ ഡെയിലി മിഷൻ വരും ഗൈസ്. അപ്പൊ മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇതുപോലെ ടോക്കൺ ആണ്. അങ്ങനെ ടോക്കൺ കളക്ട് ചെയ്യണം ഗൈസ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചാലഞ്ചിന്റെ ഭാഗം കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ചാലഞ്ച് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരുപാട് അനിമേഷൻ വരും ഗൈസ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ചാലഞ്ച് വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ പലതവണ ഡിഫീറ്റ് ആവും. ദെൻ അതിനുശേഷം നമുക്ക് വീണ്ടും കളിക്കാൻ പറ്റും. വീണ്ടും നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ വിജയിക്കും. അത് വിജയിക്കുമ്പോൾ നമുക്ക് കിട്ടുക ഫ്രീ റിവാർഡ് ആയിരിക്കും. ചാലഞ്ചിന് ട്രയൽ 1 ഉണ്ടാവും ഗൈസ്. അതുപോലെ തന്നെ നമുക്ക് ട്രയൽ 1 കംപ്ലീറ്റ് ആകുമ്പോൾ ട്രയൽ 2 വരും. അപ്പോൾ ട്രയൽ 2 കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് റിവാർഡ്സും കിട്ടുന്നുണ്ട്. നമ്മൾ ഓരോരോ ട്രയൽ കംപ്ലീറ്റ് ആക്കുമ്പോഴാണ് വൗച്ചേഴ്സ്, പിന്നെ ഓരോച്ചമാരുടെ ബണ്ടിൽസ്, ഇതൊക്കെ എല്ലാം കിട്ടുക ഫ്രീ റിവാർഡ്സ് ആയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഗൈസ് എപ്പിക് നിഞ്ച ട്രയൽസ് അഥവാ നറൂട്ടോ ചാപ്റ്റർ 2 ഗൈസ്. അതിനെക്കുറിച്ച് കൂടുതൽ പുതിയ വിവരങ്ങളും ഡീറ്റെയിൽസ് എല്ലാം. സോ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളും നിർദ്ദേശം താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ പറ്റിയ വീഡിയോയുമായി. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, സൈനിങ് ഓഫ്.